ഹലോ, ആരെന്നാ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആരെന്നാ? ആ ഞാനാണ് ബാലേന്ദ്രൻ തമ്പി. ബാലു ബാലു. ആ ആരെ? ഇട മോനെ നീയാ? എന്താ പതിവില്ലാത്തൊരു വിളി? ആ നിനക്ക് സുഖം തന്നെ? ഓ നീ വലിയ സിനിമാക്കാരനായല്ലേ. ആ നമ്മളെന്തോന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കുന്നു. അല്ല ഈ പതിവില്ലാതെ എന്ത് വിളി? എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ഓ അത് ശരി. ഓ അതിനെ വിളിച്ചു. അയ്യേ ഇടേ അതൊക്കെ പണ്ടല്ലേടാ, ഇപ്പം അതൊക്കെ മാറിയില്ലേടാ. പണ്ടത്തെ ഇപ്പം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പം അതിൻ്റെ ഫോർമാറ്റൊക്കെ മാറിയടാ. നെറ്റ് നോക്കിയാൽ കിട്ടുമെന്ന്. ഡേ എന്നെ കൊണ്ട് പറ്റില്ലെന്ന്. ഡേ മോനാ ഡേ ഡേ കൊച്ചള ആഴുകപ്പന്നെ. അവൻ്റെ കാര്യം മാത്രം വരുമ്പോൾ എന്നെ ഫോൺ ചെയ്യും. അല്ലെങ്കിൽ എന്നാലും ഞാൻ എങ്ങനെ എന്ത് പ്രോബ്ലം? പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ സോൾവ് ചെയ്യൂ. സോൾവ് ചെയ്യടി. അതല്ല പിന്നെ എന്താ പ്രോബ്ലം? അച്ഛന്റെ ഒരു പ്രോബ്ലം ഇല്ല. നീ പോ. പഠിക്കാന്നില്ല എനിക്ക്? അല്ല പഠിക്കാൻ ഉണ്ട്, ജസ്റ്റ് ചോദിക്കാൻ വേണ്ടി വന്നതാ. പോയി. പോയിക്കോളാം പോയിക്കോളാം. എന്തിടുന്ന് കാണിക്കണോ? അച്ഛാ ശിവ പോയേ, നിനക്ക് എന്തെങ്കിലും കാര്യമുണ്ട് അത് പോയി നോക്ക്. ചെല്ല്. എന്റെ അമ്മ സത്യമായിട്ടും. അച്ഛൻ സിറ്റ് ഔട്ടിലിരുന്ന് എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കണു. ഇപ്പൊ വിശ്വാസമായില്ലേ? ആ അല്ലെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ പറയുന്ന വിശ്വാസം ഇല്ലല്ലോ. അവളുടെ റൂമിലുണ്ട്. എവിടെ അച്ഛൻ? ശിവ ലച്ചുവിനെ വിളിച്ചോണ്ടോ? ലച്ചു ചേച്ചി, ലച്ചു ചേച്ചി. അമ്മ എന്താ എന്താ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വാ. ഈ അമ്മ രാഷ്ട്രത്തിൽ വിളിച്ച എന്താണ് കാര്യം? പറ. മിണ്ടണ്ട, അമ്മ വിളിക്കാൻ പറഞ്ഞു, അത്ര തന്നെ. വാ. അമ്മ വിളിച്ചോണ്ടല്ലേ പറഞ്ഞേ, അല്ലാതെ വലിച്ചോണ്ട് വരാനല്ലോ. അതെ ഒന്ന് മിണ്ടായിരുന്നേ. എന്തിനാണോ നീ അത്തിട്ട് അമ്മയമ്മയെന്നും കൂവിയത്? അച്ഛൻ ആ റൂമിൽ എഴുതിക്കൊണ്ട്. റൂമിലാ? അവിടെ നിന്ന് എന്തോ സീരിയസ് ആയിട്ട് എഴുതുക. എഴുതണോ? എന്തെഴുതണ്? സ്ഫോടകാത്മകമായ ചിന്തകളോട് കൂടി കാമുകഞ്ചിതൻ തൻ്റെ കാമുകിയോട്ട് അഗ്നിസ്ഫുലിംഗങ്ങളുള്ള ചിന്തകൾ വിട്ടെറിയാൻ പറഞ്ഞു. പറഞ്ഞു വേണ്ട, മൊഴിഞ്ഞു. മൊഴിയവേ കൂർത്ത അമ്പു കണക്കെ. പിന്നെ ആത്മകഥാ രചനയില കൂർത്ത അമ്പു കണക്കെ. കൂർത്ത അമ്പുവാണോ? കൂർത്ത ശരം കണക്കെ, അതാണ് നല്ലത്. ശരം കണക്കെ അവളിൽ ആ വാക്കുകൾ ആഞ്ഞുതറച്ചു. ആഞ്ഞുതറച്ചു. ബാലു ആഞ്ഞുതറച്ചു. ബാലു എന്താണേ ഒരു കാര്യം എഴുതിക്കൊണ്ടിരിക്കാൻ സമ്മതിക്കൂലേ? എഴുതണ? എന്തെഴുതണ്? എന്താ അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ പോ. അച്ഛാ ആത്മകഥയുടെ 2ാം ഭാഗം. ഒന്ന് ചിരിക്കണ പോടാ. ഒറ്റ സെക്കൻഡ് ഇവിടെ കണ്ടുവരുന്നു. വെറുതെ തന്നെ പ്രഷർ കയറ്റാൻ വേണ്ടി. വാ വാ വാ, വെറുതെ അച്ഛൻ്റെ ഉള്ളിലെ ഭ്രാന്തനെ ഉണർത്തണ്ട. വാ പോര്. ഭ്രാന്തനാ? ഭ്രാന്തൻ്റെ അച്ഛൻ കുട്ടമ്പിളാക്കി. ബാക്കിയുള്ളത് മറ്റേ ഗൾഫിരിക്കണ പൊന്നാര മോനുണ്ടല്ല കറമ്പായി, അവന്.
എവിടെ എഴുതിയത്? ആ. ശ്ശ്. 5 എണ്ണം ഉണ്ട്. തള്ളയ മക്കൾ ഒരു ഉപകാരവുമില്ല. തെറ്റിച്ചളഞ്ഞ് നല്ല ടെമ്പോ വന്നേണ്. നീ കിട്ടും അവളോ? അഗ്നിസ്ഫുലിങ്ങളും വേണ്ട, ഒന്നും വേണ്ട. മര്യാദയ്ക്ക് എഴുന്നേഴുതാം. നേരം പ്രഭാതം. ആകാശം കത്തി ചൊലിച്ചു. എവിടെ? പൊട്ടി വിടർന്നു. വേണ്ട, നേരവും വേണ്ട. സായം സന്ധ്യ, അത് മതി. ശാന്തമ്മ രാഘവനോട് പറഞ്ഞു. എന്തു പറയാൻ? ഒന്നും കഴിക്കണ്ടേ? ഒന്നും കഴിക്കണ്ടേ? എന്ത് കഴിക്കാൻ? ആ സമയത്ത് എന്താണ് ഒന്നും കഴിക്കേണ്ടെന്ന് ശാന്തമ്മ ചോദിക്കും. ശാന്തമ്മ അല്ല, നീലിമയാ ചോദിച്ചത്. എന്തിനടേ നീ എന്റെ ഒപ്പം പിടിക്കാൻ പറഞ്ഞത്? നിനക്ക് അടുക്കളയിൽ ഒരു പണിയില്ലേ? പോടി ഇവിടുന്ന്. ഇനി അടുക്കളയ്ക്ക് വാട്ടെ, എന്തെങ്കിലും കഴിക്കണമെന്ന് പറയും. വാ. ശല്യങ്ങളില്ലത്. മക്കളെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വാ. വേണ്ട. സായാഹ്നം, അർഖൻ, അനർഖൻ, രാഹനും വേണ്ട. വെറുതെ സൂര്യൻ എഴുതിയാൽ പോരെ. എന്തിന് ഇത്രയും പറഞ്ഞ? കട്ട പിടിച്ച തണുപ്പ്. പൈൻമരങ്ങൾക്കിടയിലൂടെ ചെന്നായ്ക്കൾ ഒളിഞ്ഞു നോക്കി. ദൂരെ ഒരു വൃദ്ധൻ, പടുവൃദ്ധൻ കുതിരവണ്ടിയിൽ പാഞ്ഞു വന്നു. കുതിരവണ്ടിയുടെ ചക്രങ്ങൾ തട്ടി മഞ്ഞിൻപാടികൾ തകർന്നു വീണു. മഞ്ഞിൻപാടിയിൽ തട്ടി കുതിരവണ്ടികൾ തകർന്നു വീണു. ആടായി. മഞ്ഞിൻപാടികൾ തട്ടി കുതിരവണ്ടിയുടെ ചക്രങ്ങൾ ശിഥിലമായി. അതാ നല്ലത്. കേശുവേ, കേശു, വാടാ. മക്കളെ ആ ഫോണിൽ നിന്നോട്. ഫോൺ അറിയാവുന്ന ഇടിഞ്ഞിട്ട് കട്ടായി വിളിച്ചാ ഓടി വരണം. കട്ടായെന്ന് പറഞ്ഞ അച്ഛനോടൊന്നും പറയിപ്പിക്കില്ലേ? പഠിച്ചോണ്ട് എന്നെ വിളിച്ചു വരുത്തിട്ട് കളിയാക്കുന്ന. അയ്യോ മക്കള് പഠിച്ചോണ്ടിരിക്കാന്നടാ. സോറിടാ, പൊയ്ക്കോ. പിന്നാടി പ്ലീസ്. ഈ സമയം ചപ്പറത്തല്ലേ വിളിക്കണത്? എഴുതിക്കൊണ്ടിരിക്കായിരുന്നു. അയ്യോ ആ മോനാ പറടാ. അയ്യോ ഇവിടെ എന്നെ കൊണ്ട് പറ്റില്ല. നീ ആദ്യം പറഞ്ഞാൽ ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ ശരിയാവൂല. തന്നെ സമ്മതിച്ച് ശൂലംകുടി വീട്ടിലെ സന്തതി തന്നെ ആസ്തിയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പറ്റൂലടെ മോനാ. എന്നെ കൊണ്ട് പറ്റൂല ഞാൻ പറഞ്ഞില്ലേ. നടക്കുന്ന കാര്യമല്ല. എന്തോടെ ഇതൊരു മനസ്സമാനം തരൂല മോനെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, നീ പോ. കള്ളം പറയല്ലേ, എനിക്കറിയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലടേ അച്ഛാ, ഒരാളുടെ പ്രശ്നങ്ങള് വേറെ ആളുമായിട്ട് ഷെയർ ചെയ്താ പാതി സമാധാനം കിട്ടും. അപ്പൊ ബാക്കി പകുതിയാ? അത് വേറെ ആൾക്കും ഷെയർ ചെയ്യണം. അച്ഛനൊന്നും ഷെയർ ചെയ്യല്ലേ? ഞാൻ പോകും. സമയം കുറെ ആയെന്ന്. പൈൻമരം എവിടെ? എന്തിന് വല്ല സ്ഥലങ്ങളിൽ പോണത്? നമ്മൾ എഴുതാം ശാന്തസുന്ദരമായ തെങ്ങുംതോപ്പ്, അത് മതി. കുറെ ആൾക്കാരുള്ള വീടാ, ഒന്നിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല. 10-17 വയസ്സായ ഒരു പെൺകുട്ടിയുള്ള വീടാ. മോളെ അടുക്കള എവിടെയാന്ന് വെച്ചാൽ മോളിലേക്ക് നോക്കുവോള്. എന്നാ അമ്മ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് ജോലി ചെയ്യാ. എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. അതുണ്ടാവില്ല അവളിൽ നിന്ന്. ലച്ചു, എടി ലച്ചു, എവിടാ? ഞാനിവിടെ കിടന്ന് കൂവിയിട്ട് വല്ല കാര്യമുണ്ടോ? ചെവിയിലാക്കും കുന്താടം തിരികെ വെച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ കേക്കണേ? എല്ലായിടത്തും പുറത്തിട്ടാ? എത്തിയാ കഥാകൃത്ത്? ഞാൻ കഴിത്തരാം. വേണ്ട, ഞാൻ ഒറ്റക്കല്ലേ ഇത്രയും നേരം ചെയ്തത്, ഞാൻ തന്നെ ചെയ്തോളാം. ലച്ചു, എന്തിനാ ലച്ചുനെ വിളിക്കണേ? അല്ല ഇപ്പൊ എന്താ ഉദ്ദേശം? ഉദ്ദേശമൊന്നുമില്ല. അല്ല, സാധാരണ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ സോപ്പ് ഇടണേ. കഴിക്കാമല്ലോ ഉണ്ടാ. അപ്പൊ നിങ്ങക്ക് വിശക്കോ? അല്ല ഞാൻ വിചാരിച്ചു ഈ കഥയൊക്കെ എഴുതാൻ തുടങ്ങണ്ടേ വിശപ്പുണ്ടാവില്ലാന്ന്. 10 മിനിറ്റ് ചോറ് ഇപ്പൊ വേവും. രാവിലെ വെള്ളം ഉണ്ടാ കഴിക്കാൻ? രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ നിങ്ങളോട് ഞാൻ മലയാളത്തിലല്ലേ വന്ന് ചോദിച്ചത്, അപ്പൊ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കുറച്ചുണ്ടാക്കി, അത് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്, അതെടുത്ത് കേശു എടുത്ത് കഴിക്കുകയും ചെയ്തു. ഒന്നുമില്ലേ? ഇനിയിപ്പോ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാമെങ്കിൽ ചോറ് വേവും. കറി റെഡി ആയിട്ടുണ്ട്, ചോറും കറിയും കൂടെ തരാം. ഇപ്പൊ കഴിക്കാനൊന്നുമില്ല, വിശക്ക് നല്ല വിശക്ക്. ഇപ്പൊ ഒന്നുമില്ല, സമയത്തിനൊക്കെ വരണം വിളിക്കുമ്പോ.
ഒന്നും കഴിക്കാല്ലേ? ഇതിപ്പോ എങ്ങനെ അവിടെ അവതരിപ്പിക്കും? കഴിക്കാന്നും ആയില്ലേ? ബാലു, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് പോലും ആയില്ലല്ലോ, അപ്പോഴത്തേക്ക് തിരിച്ചു വന്ന ആയില്ലെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞില്ല ആകുമ്പോ വിളിക്കാന്ന്. ഒന്ന് പോയേ. ശരി. ബാലുവിന്റെ കാര്യം. വിളിച്ചാ? ആര് വിളിച്ച്? ബാലു വിളിച്ചു. എപ്പോ വിളിച്ചാ? ഒന്ന് പോയേ. നീലു, നിനക്ക് എന്താ വേണ്ടേ? പറ, എന്താ വേണ്ടേ? ഞാൻ ഒരു കാര്യം, കുറച്ച് വെള്ളം മതി. വെള്ളത്തിനാണ് ഇത്ര ഞാൻ ചുറ്റിക്കിറങ്ങിയ, എടുത്ത് കുടിച്ചുകൂടെ അങ്ങോട്ട്? ആ, എനിക്കറിയാം. ഈയിടെയായിട്ടേ നിനക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. അങ്ങനെ ജോലിയും കൂലിയില്ലാതെ വീട്ടിൽ കയറി നിൽക്കുകയില്ലേ? ഞാനിത് പ്രതീക്ഷിച്ച്. പക്ഷെ എൻ്റെ പേടിയതല്ല, ഇപ്പം ഇങ്ങനെ. കുറച്ചുകൂടെ കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താവുന്നതാണ്. എൻ്റെ പൊന്നോ, ആ വെള്ളമൊന്നും എടുത്ത് കുടിക്കാൻ പറഞ്ഞതിനാണ് ഇത്രയും സെന്റ് അടിക്കണേ. ഞാൻ എടുത്ത് തന്നേക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താവുന്നു? കുറച്ചുകൂടെ കഴിയുമ്പോഴാ? ഒന്നും ആവൂല. എന്നാ വെള്ളം. എന്താവും എൻ്റെ അവസ്ഥ? എന്നാ കുടിക്ക്. അല്ല, അത് വേറൊന്നും പറയണ്ട നീ കേട്ടാ. ഏ നീയൊന്നും അങ്ങനെ പറയുന്നും വേണ്ട. അല്ല, ഈ പണ്ടൊക്കെ ഞാൻ എഴുതാൻ നേരത്തെ നീ അടുത്തൊന്ന് ചോദിക്കുമായിരുന്നു, എന്തായി ബാലു, കഥയുടെ ഗതിക്ക് എന്തെങ്കിലും ഗതി വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കായിരുന്നു. ആഹാ, ചോദിക്കുമായിരുന്നോ? ഞാൻ വന്നല്ലോ അവിടെ വരെ. വന്ന് ചോദിച്ചപ്പോഴല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ. അതിപ്പോ കഥ എഴുതിക്കൊണ്ടിരിക്കും ഇടയിൽ കൂടെ കയറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ? എന്നാ പറ. അതെ, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, മോഹനെ. ഇപ്പൊ വലിയ സിനിമക്കാരാണ്. ഇപ്പൊ മോഹൻ കുമാർ എന്നായി പേര്. മറ്റേ പാലുമോഹന്റെ കാര്യമല്ലേ പറയണ, വീടിന്റെ അടുത്തുള്ള? ഇപ്പൊ പാലുമോഹനല്ല, അവന്റെ പേര് ഇപ്പൊ മോഹൻ കുമാർ. അവൻ എന്നോട് ചോദിച്ചേ, കഥ എഴുതുമല്ലോ, പണ്ട് ഒരു നാടകം എഴുതിയില്ലേ? നാടകം ആകാശവും ഭൂമി, മറക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ ബേസ് ചെയ്ത് ഒരു തിരക്കഥ എഴുതാൻ പറ്റുമോ ചോദിച്ചെടുത്ത്. തിരക്കഥേ? അതിന് നിങ്ങൾ തിരക്കഥ എഴുതുവാ? അയ്യോ, പണ്ട് നെയ്യാറ്റിങ്ങിന്റെ കാര്യമാണെ പറയണ്ട, മടുത്ത് കേട്ട്. എടി, അവനെ നിർബന്ധിച്ച് ആദ്യം ഞാൻ വേണ്ട, പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിന്റെ പേര് എഴുതി ഏകദേശം പകുതിയായി, കഥ പകുതിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ബാലേന്ദ്രൻ തമ്മിക്ക് പുതിയ വേഷമാണ് ഇനി, തിരക്കഥാകൃത്ത്. ഒരു കാര്യം ചെയ്യ്, തിരക്കഥാകൃത്ത് അവിടെ പോയിരുന്ന് ബാക്കിയുള്ള തിരക്കഥയൊക്കെ എഴുതി തീർക്ക്. ഇവിടെ ഭക്ഷണം ആവുമ്പോ ഞാൻ അങ്ങോട്ട് ഒന്ന് വിളിച്ചോളാം. ചെല്ല്. അല്ല, ഞാനേ ബാലു, കുട്ടികൾക്ക് വിശക്കുണ്ട്, എനിക്കിത് ഉണ്ടാക്കണം. ഇവിടെ ചുറ്റിക്കറങ്ങിയെന്ന് എനിക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്ന് ചെല്ലാമോ അങ്ങോട്ട്? എന്നാ വെള്ളം, ഈ വെള്ളത്തിന് വീടും വരണ്ട. ചെല്ല്. പോളേ. അതെ, അച്ഛൻ എഴുത്തൊക്കെ കഴിഞ്ഞെങ്കിൽ അച്ഛന് മുട്ടൻ കളിപ്പിനാണല്ലോ. എന്തോ കളിപ്പ്? നിന്നെ വിളിച്ചാടാ പോ. അല്ല, ഞാനത് റെഡി ആയിരുന്നു ചോദിക്കുമ്പോ. എന്തോന്ന് റെഡി ആയിരുന്നു? ഫുഡ് ഒന്നും റെഡിയല്ല. റെഡി ആകുമ്പോ ഞാൻ കൊണ്ടുവരാം, പോ. അല്ലെങ്കിൽ നിന്നെ വിളിച്ച് തരും. നീ പടേ. അമ്മ എടാ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. പോടാർക്ക, ഞാൻ പോയി. 10 മിനിറ്റ് വെയിറ്റ്. നേരത്തെ പറഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഇനിയിപ്പോൾ എവിടെ 10 മിനിറ്റ് അപ്പം ആവും? എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇത് പറയാവുന്ന കാര്യം മറന്നുവല്ലേ. മറ്റേ പുള്ളി വിളിച്ചിരുന്നു. ഏത് പുള്ളി? മോഹനെ. അത് നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, പറഞ്ഞ അവസാനിപ്പിച്ച കാര്യമല്ലേ? നിർത്ത്, മതി. അതല്ല, ഒരു കാര്യം പറഞ്ഞ്, ബാലുവേ, നിങ്ങൾ ഭയങ്കര ശൂലംകുടി വീട്ടിലെ വലിയ തറവാട്ടുകാരാണല്ലോ. ഭൂസ്വത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിനും ഭൂസ്വത്തുണ്ടല്ലോ നിന്റെ ഭാര്യ ദീലുവിന് അവിടെ പടവലം വീട്ടിലെ. അതൊന്നും എന്തുകൊണ്ട് നമ്മുടെ പുതിയ ഈ പടത്തിന്റെ നിർമ്മാണത്തിൽ നിങ്ങൾ പങ്കാളികളായിക്കൂടാന്ന് ചോദിച്ചു. നിങ്ങളെന്ത് പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. ശൂലംകുടി വീടിനെ അവർ പൊക്കി പറഞ്ഞപ്പോ അങ്ങ് സമ്മതിച്ച് അല്ലേ? ശൂലംകുടി വീടിനെ പൊക്കി പറയാൻ തോന്നിരിക്കണ്. ശൂലംകുടി വീട് പൊങ്ങി തന്നെ ഇരിക്കണം, എല്ലാ നാട്ടുകാർക്ക് എല്ലാം അറിയാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ശൂലംകുടി വീട്ടിൽ നിന്ന് എന്തെങ്കിലും വിറ്റിട്ട് അതങ്ങ് പ്രൊഡ്യൂസ് ചെയ്. എന്തേ നിർത്തിയേ? ബാലു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ.
പിള്ളേരും നാലാണ് പിള്ളേർ 4 എനിക്കറിയാൻ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ഇതിൽ കൂടെ എങ്കിലും രക്ഷപ്പെടാൻ വെച്ചാൽ സമ്മതിക്കൂല. ബാലു എന്താന്നേ രക്ഷപ്പെടാൻ സമ്മതിക്കൂല. ഇതെങ്കിലും രക്ഷപ്പെടാൻ വെച്ചാൽ സമ്മതിക്കും. ഇതെങ്കിലും ഒന്ന് ഏറ്റെങ്കിൽ മതിയായിരുന്നു. ബാലുവേ വിഷമിക്കണ്ട, നമുക്ക് ശരിയാക്കാം. എങ്ങനെ? അതൊക്കെ ശരിയാക്കാം എങ്ങനെയെങ്കിലും. ഏകദേശം എത്ര രൂപയാവും? ഏകദേശം ഒരു എന്താ അത് ഒന്നുമില്ല. എന്താ പറ. എന്ത്? ഒന്നുമില്ലടാ. അച്ഛനൊരു കഥ എഴുതിയിട്ടുണ്ട്. അച്ഛനൊരു കൂട്ടുകാരൻ സിനിമ എടുക്കുന്ന ആളാണ്. എന്നിട്ട് അപ്പോ അയാൾ പറഞ്ഞ് അച്ഛൻ ആ കഥ എഴുതുന്നതിന്റെ ഒപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നും കൂടെ അയാൾ ചോദിച്ചു. അല്ല, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? എടുക്കാല്ലേ? അമ്മയ്ക്ക് വല്ല ഐഡിയ ഉണ്ട് എത്ര രൂപയാവുന്ന ഒരു സിനിമ പിടിക്കാൻ? ഐഡിയ ഉണ്ടെന്ന് വെച്ചാ ഏകദേശം ഒരു 10-20 ലക്ഷം ആവും അല്ലേ? എത്ര? 20 ലക്ഷം. 20 ലക്ഷം മിനിമം 1-2 കോടിയെങ്കിലും ആവും ഒരു ഫിലിം പിടിക്കണമെങ്കിൽ. കോടിയാ? പിന്നെ അല്ലാണ്ട് 2 കോടിയെങ്കിലും വേണോ അമ്മ ഒരു സിനിമ പിടിക്കാനായിട്ട്? ബാലു അമ്മയാണ് അച്ഛനിങ്ങനെ വഷളാക്കണത്. നിങ്ങൾ ഇതിന്റെ അവന്റെ മെക്കിട്ട് കയറണേ? മെക്കിട്ട് കയറല്ല, അവന്റെ തലേ കയറണം. തലമുടി വെട്ടറ. നിന്റെ എത്ര ആവശ്യം പറ തലമുടി വെട്ടിട്ടോണ്ട് ഈ വീട്ടിനകത്ത് കയറാൻ? ഇതിന് തല്ലണമെന്നാ? ഞാൻ പോണു. എന്ത്? BSc പേപ്പർ എടുക്കാൻ വിളിച്ചില്ല ഒന്നും. ഒരു കാര്യം അവൻ പറഞ്ഞതിന് എന്തിന് ഇത്രയും ചൂടാവേണ്ട ആവശ്യമുണ്ടോ? 2 ശരിയാക്കി തരാട്ടോ. നീ എന്തിനു നോക്കിണ്ടിരിക്കണേ? നീ സ്കൂളിലെ ടോപ്പറാ? ഇല്ല, ഞാൻ പോയിക്കോളാം. സമ്മതിച്ച് ഒരു സിറ്റുവേഷൻ കിട്ടിയാ അതിനെ വേറെ രീതിയിലേക്ക് മാറ്റാൻ നിങ്ങളെ പോലെ കഴിവുള്ള ഒരാൾ ലോകത്തുണ്ടാവില്ല. ഞാനും ഇല്ലേ? നാണോ എനിക്കല്ലേ? വസ്തുക്കളെല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കില്ലേ കുട്ടാമ്പിള്ള നിന്റെ അച്ഛൻ? അങ്ങനെ കാണാൻ ഇല്ലാത്ത എന്താടാ മോനാ? നിനക്കെന്ത്? നീ എന്തിനാടാ എന്നെ വിളിക്കണേ? എടാ മര്യാദക്ക് ഞാൻ അടങ്ങിയൊന്നും ജീവിക്കുകയില്ലടാ. എടാ സ്വസ്ഥയോടെ ജീവിച്ചോട്ടാടാ ഞാൻ. നിനക്ക് പടം പിടിക്കാൻ നിനക്ക് വേറെ ആരും കിട്ടിയില്ലടാ. നീ എന്തിനാ എന്നെ വിളിക്കണത്? പൈസ? ആർക്ക് പൈസ? ഓ, നിനക്ക് പൈസ ഉണ്ടായി എങ്ങനെ എനിക്ക് അറിയടാ. നീ പാലിൽ വെള്ളം ചേർത്തല്ലേ പൈസ ഉണ്ടാക്കിയത്? പാല് കള. ഇനി എന്നെ വിളിച്ചോണ്ടല്ല ഞാൻ അവിടെ നിന്റെ കാലും കൈ വെട്ടും. വച്ചിട്ട് പടാ. അല്ലവനാ കുറെ കൂട്ടുകാർ ഇറങ്ങി തിരിച്ചോളും. പടം ഉണ്ടാക്കാൻ പോണം. ഇവിടെ പോകണ്ടാ ബാഗ് മാറ്റി? മുടി കിട്ടാൻ പോണ? അതിന് ബാഗ് എന്തിന്? വെട്ടിയ മുടി കൊണ്ടുവരാനാ? നിന്റെ മോൻ ബാഗ് തൂക്കിട്ട് എവിടെ പോണു? ചോരി വിഷ്ണു എന്താടാ രാജാപാന്റെ ബാലേ? എന്താ ആരോടും ഒന്നിനോടും പോവാതെ
സ്വന്തം അച്ഛൻ അമ്മ സഹോദരങ്ങളെന്ന് പറഞ്ഞ് നടന്ന എന്നോട് എൻ്റെ അച്ഛൻ വീട് വിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞില്ല. ആര് ആര് ഞാൻ ഇപ്പൊ പറഞ്ഞു? ഇതിനു മുമ്പ് പറഞ്ഞില്ല എന്നോട്. അതെന്തിനു പറഞ്ഞു? ആർക്ക് വേണ്ടി പറഞ്ഞത്? നീ ആർക്ക് വേണ്ടിയാ പറഞ്ഞത്? ആരെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്? എനിക്ക് വേണ്ടി. ഞാൻ എന്താന്ന് പറഞ്ഞ? പേപ്പർ എടുക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞ? PSC പേപ്പർ എടുക്കാൻ പറഞ്ഞു. അത് എനിക്ക് കൊണ്ട് പുഴുകി തിന്നാണ്. നിന്റെ നന്മയ്ക്കല്ലേ? നിനക്ക് ജീവിതത്തിന് വേണ്ടിയില്ലടാ, നിന്റെ ജീവിതത്തിന് വേണ്ടിയില്ലടാ ഞാൻ പറഞ്ഞത്. ശരി അച്ഛാ. ആ ഞാൻ ഇനി നെയ്യാറ്റിൻകരയിൽ പോയിട്ട് BSc പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഈ എടുത്ത് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ കാല് കുത്തുള്ളൂ. അതുവരെ ഞാൻ ഡാൻസ് കളിക്കില്ല, കൂട്ടുകാരായിട്ട് ഞാൻ മിണ്ടാൻ പോയില്ല, മൂൺവാക്കും ചെയ്യില്ല. മൂൺവാക്കില്ല ജാക്സന്റെ. എന്നിട്ടിങ്ങനെ എടാ ഞാൻ പറഞ്ഞ നീ വീട്ടിൽ വിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു. കാശു പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. എൻ്റെ പൊന്നു മക്കളാ, നീ നീ എന്തെങ്കിലും സങ്കടപ്പെട്ട എന്തുവാടാ ഇത്? മകളൊക്കെ സങ്കടപ്പെട്ടാ. എടാ കാശു സങ്കടം സഹിക്കാൻ വയ്യ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം ഓഡിയോ നീ എന്താ പറഞ്ഞത്? BSc പേപ്പർ എഴുതിയെടുക്കണം നിനക്ക്? പേപ്പർ വെച്ചൊരു മണ്ണാങ്കട്ടി എഴുതിയെടുക്കില്ല. നോക്കടാ, ഞാൻ വേൾഡ് ഫേമസ് ഡാൻസ് ട്രൂപ്പ് തുടങ്ങും. ആ ട്രൂപ്പ് എന്നെ ഇവിടെ ചേർക്കുമോ? ഓഡീഷൻ ആവും, നോക്കാം. Yeah.